നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മർമ്മവിദ്യയിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് ഉയർന്ന ഓണററി ഡോക്ടറേറ്റ് ഈ അടുത്തായി സ്വന്തമാക്കിയ ഡോക്ടർ ദിലീപ് കുമാറാണ്. സ്വാഗതം. നമസ്കാരം. അപ്പോൾ മർമ്മം നമ്മൾ സാധാരണഗതിയിൽ കളരിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മർമ്മത്തെയൊക്കെ സാധാരണഗതിയിൽ മലയാളികൾ കാണുന്നത്. എന്താണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മർമ്മം മാത്രമായി പഠിക്കുന്ന ഒരു മേഖല? മർമ്മം മാത്രമായി പഠിക്കുന്നതിൻ്റെ അർത്ഥം, നമ്മൾ സാധാരണ കളരിയിൽ പഠിക്കുമ്പോൾ ഒരു 15-20 കൊല്ലമൊക്കെ ഒരു ആശാൻ്റെ കീഴിൽ പഠിച്ചതിന് ശേഷം ആശാൻ രഹസ്യമായിട്ട് മാത്രം ചൊല്ലിക്കൊടുക്കുന്ന ഒന്നാണ് മർമ്മം. കാരണം ഈ മർമ്മപ്രയോഗങ്ങൾ ശരീരത്തിൽ 3000-ലേറെ മർമ്മങ്ങളുണ്ടെന്നാണ് മർമ്മശാസ്ത്ര പഴമ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിനുശേഷം കാലാകാലങ്ങളിൽ അത് കുറഞ്ഞു വന്ന് തമിഴ് വൈദ്യശാസ്ത്രത്തിൽ 108ഉം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ 107 മർമ്മങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മർമ്മങ്ങൾ രണ്ട് രീതിയിലാണ് ശരിക്കും ശരീരത്തിൽ വർക്കൗട്ട് ആവുന്നത്. ഇപ്പോൾ ഒരു ശരീരത്തിലെ മർമ്മത്തിൽ നമുക്കൊരു സോഫ്റ്റ് ഫെദർ ടച്ചോട് കൂടി തൊടുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഉറക്കക്കാല മർമ്മം എന്ന് പറയും, നമ്മുടെ ഏകദേശം ഈ ഭാഗത്ത് വരും. ആ ഭാഗത്തുനിന്ന് തലോട് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും. സോ അത് ആ ഒരു മർമ്മ പോയിൻ്റാണ്. ആ പോയിന്റിൽ നമ്മളൊരു സോഫ്റ്റ് ഫെദർ ടച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാം. പക്ഷേ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ശക്തമായിട്ടൊരു പ്രയോഗം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ് വ്യത്യാസം. മർമ്മ പ്രയോഗവും മർമ്മ ചികിത്സയും തമ്മിലുള്ള, അല്ലെങ്കിൽ മർമ്മ സുഖചികിത്സ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ രണ്ട് വ്യത്യാസവും ഈ കാര്യത്തിലുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഈ മർമ്മത്തിൽ വളരെ ലളിതമായി പ്രയോഗിക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള വികാരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഉറക്കമോ അല്ലെന്നുണ്ടെങ്കിൽ ആഹ്ലാദമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ മർമ്മം കാരണമാകും എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ മർമ്മത്തിനെ കുറിച്ച് പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഇത് നേരത്തെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി കുട്ടികൾ പഠിപ്പിക്കുന്നില്ല എന്ന് താങ്കളുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ദുരുപയോഗം ചെയ്യാൻ, ഇതിന് മുതിർന്നു കഴിഞ്ഞാലും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയില്ലേ? നിലവിൽ അങ്ങനെ ഒരു സാധ്യത പണ്ട് കാലം തൊട്ടേ ഈ കളരി തട്ടുകളിലൊക്കെ ആശാന്മാർ ഒരു 15-20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ കാരണം തന്നെ ഒരു ഇരുത്തം വരിക, മാനസികമായിട്ടൊരു പക്വത നേടിയവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. കാരണം ഇത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ദുരുപയോഗത്തിനുള്ള അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അവർ അത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ മാനസികമായിട്ട് പരുവപ്പെട്ട ഒരു അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയും ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് അഭ്യാസി ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടം പോലെ അല്ല. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ വരാറുണ്ട്. നമ്മുടെ മിത്രങ്ങൾ തന്നെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മുടെ ശത്രുക്കളായിട്ട് മാറി നമ്മുടെ കോളർ ഗ്രാബ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി നടന്നു പോകുമ്പോൾ തന്നെ ഇന്ന് സ്കൂട്ടർ ചെറുതായിട്ടൊന്ന് തട്ടി, ഒരു ബ്ലോക്കിൽ വെച്ച് തട്ടി, തിരിഞ്ഞ ഉടൻ നമ്മളോട് തെറി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മളും വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. സോ ഇങ്ങനെയുള്ള ലൈവ് സാഹചര്യങ്ങളിൽ നമുക്കിതെങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഈ പ്രയോഗങ്ങൾ നടത്താം എന്നുള്ളത് ഒരു പോയിൻ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും വെല്ലുവിളികൾ വരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രോപ്പർ കണ്ടീഷനിങ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ വ്യക്തികൾക്ക് കൊടുത്തുകൊണ്ടും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന, നമ്മളിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല, മുതിർന്നവർക്ക് മാത്രമേ ട്രെയിനിങ് കൊടുക്കുന്നുള്ളൂ, മർമ്മത്തിൻ്റെ ട്രെയിനിങ്. കാരണം കുട്ടികൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള, അവരറിയാതെ തന്നെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പരസ്പരം. അപ്പോൾ മുതിർന്നവർക്ക് കൊടുക്കുമ്പോഴും മുതിർന്നവരെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. നോർമലി അവർക്ക് ക്രിമിനൽ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണം. പിന്നെ അവരുടെ പൊതുവായിട്ടുള്ള പെരുമാറ്റം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും. എന്നിട്ട് മാന്യമായ ജീവിതശൈലി പിന്തുടരുന്ന ആളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുള്ളൂ. അവരെ കണ്ടീഷനിങ് പ്രോസസ്സിലൂടെ, അതായത് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കണ്ടീഷനിങ് പ്രോസസ്സിലൂടെ മനസ്സിന് പരുവം വരുത്തുക, പിന്നെ അവരുടെ ഉള്ളിൽ അച്ചടക്കം വളർത്തുക. അതിനായിട്ട് കഠിനമായ ട്രെയിനിങ്ങുകൾ നമ്മൾ ഈ വിദ്യ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ വളരെ ശക്തമായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിൽ നിന്ന് തന്നെ അവർ രൂപപ്പെടും. ഈ 6 മാസം കൊണ്ട് അവർക്ക് അവരുടെ മെൻ്റൽ കണ്ടീഷൻ അങ്ങനെ രൂപപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ മർമ്മം അവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതും പ്രയോഗിക്കേണ്ട രീതിയും, അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം ജാഗ്രതയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. മറ്റ് ആയോധന കലകളൊന്നുമില്ലാതെ നേരിട്ട് മർമ്മം പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? എന്താണ്? അല്ല, ഇത് ശരിക്കും മർമ്മ മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഭാരതത്തിലും ഉണ്ട്, അതിന് പുറത്ത് എല്ലാം പല രാജ്യങ്ങളിലും ഇപ്പോൾ പുതുതായിട്ട് കാണുന്നതാണ് മിക്സ്ഡ് മാർഷ്യൽ ആർട്സ്. അതിൽ കളരി ഉണ്ടാവും, കരാട്ടെ ഉണ്ടാവും, കുങ്ഫു ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ പലവിധ മാർഷ്യൽ ആർട്സിനെ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും മാതാവ് കളരി തന്നെയാണ്.
എങ്കിൽ പോലും ഇതിനെ എല്ലാത്തിൻ്റെയും മിക്സഡ് മാർഷൽ ആർട്സ് രൂപങ്ങൾ ഇപ്പോൾ പല ജിംഖാനകളിലും പുതിയ ജിംഖാനകളിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫൻസ് കോഴ്സ് പഠിപ്പിക്കുന്നിടത്ത്, സെൽഫ് ഡിഫൻസ് കോഴ്സ് പഠിപ്പിക്കുന്നിടത്ത് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു അഡീഷൻ കൊണ്ടുവരുന്നത് മർമ്മ മിക്സ്ഡ് മാർഷൽ ആർട്സ് ആണ്. മിക്സ്ഡ് മാർഷൽ ആർട്സ് കളരിയും കരാട്ടയും കുങ്ഫുവിൻ്റെയും പ്രയോഗങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം റിഫ്ലെക്സ് ആക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം മർമ്മ പോയിൻ്റ് സ്പെസിഫൈ ചെയ്ത് പ്രിസൈസ് അറ്റാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പ്രിസൈസാണ് അറ്റാക്ക് ചെയ്തത്. നമ്മൾ അറ്റാക്ക് ചെയ്തു, തിരിച്ചു വന്നു. അത്രയും കൃത്യതയോടുകൂടിയുള്ള അറ്റാക്കാണ് നമുക്കെതിരെ വരുന്ന ഒരു ശത്രുവിന് നമ്മൾ കൊടുക്കുന്നത്. അയാളെ നാശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്ക് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ സ്വയം പ്രതിരോധിക്കണം. ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് മാറണം. ഇത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. സാധാരണ എത്ര നാളാണിത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സമയം? ഇത് ശരിക്കും നമ്മളൊരു പ്രാക്ടിക്കൽ ഫൈറ്റ് സിറ്റുവേഷനാണ് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പം സാധാരണ ഒരു കളരിയിലോ കരാട്ടയിലോ കോഴ്സിന് ചേരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ദേശം തന്നെ, ഒരു ചെറിയ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നമ്മൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശം തന്നെ നമ്മളെ ഒന്ന് കണ്ടീഷൻ ചെയ്ത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടി, റിഫ്ലെക്സ് ആക്ഷൻ കൂട്ടി, എല്ലാം അങ്ങനെ ഒരു നല്ലൊരു വാറിയറാക്കി കൊണ്ടുവന്നിട്ട് കോമ്പറ്റീഷനിലേക്ക് നമ്മളെ പ്രിഫർ ചെയ്യും. സോ ആ കോമ്പറ്റീഷനിൽ പോയി പ്രൈസ് മേടിക്കുക എന്നുള്ള ഉന്നത്തോടു കൂടിയായിരിക്കും ഇതെല്ലാം പഠിക്കുന്നത്. താന്ത്രിക് മർമ്മ വിദ്യാപീഠ് മർമ്മ മിക്സ്ഡ് മാർഷൽ ആർട്സ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വരുന്ന ഇഷ്യൂസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. സോ അതുകൊണ്ട് നാളെ നമുക്ക് ഏതെങ്കിലും ട്രെയിനിങ്ങിന്, ഏതെങ്കിലും മത്സരങ്ങൾക്ക് പോകാനോ ട്രോഫി കരസ്ഥമാക്കാനോ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ സംരക്ഷിച്ച് നിർത്താൻ അൺഫോർസീൻ ഈവൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ത്രെറ്റ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വയം സംരക്ഷിച്ച് നിർത്താൻ നമ്മളുടെ ആർട്ടിക്കിൾ 21 പറയുന്ന പോലെ സ്വയം സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു വിദ്യയാണ് ഇത്. അതിന് മർമ്മ വിദ്യ എന്ന് പറയുന്ന മഹത്തായ പരമ്പരാഗതമായിട്ടുള്ള ആ രഹസ്യം നമ്മൾ ഉപയോഗിച്ച് മാർഷൽ ആർട്സിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് സാധാരണ ഒരു മനുഷ്യന് അയാളുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മർമ്മപ്രയോഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്യൂറേഷൻ. അയാൾ ആധികാരികമായിട്ട് വിഷയം പഠിക്കണമെന്ന് വയ്ക്കുക. അപ്പോൾ അതിന് എത്ര കാലമാണ്? ഇപ്പം കളരിയൊക്കെ 10, 15, 20 വർഷമൊക്കെയാണ് മുഴുവനായിട്ടും, അപ്പോഴും പഠിച്ച് തീരില്ല. അങ്ങനെ വരുമ്പോൾ ഇത് മാത്രമായിട്ട്, ഇത് പൂർണ്ണമായി ആധികാരികമായി പഠിക്കാൻ എത്ര നാളാണ്? ശരിക്കും പൂർണ്ണമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു വിദ്യ നമുക്ക് പൂർണ്ണമായിട്ടല്ല, ഒരു ആധികാരികമായി പഠിക്കാം. ആധികാരികമായിട്ട് അതിനെപ്പറ്റി ഒരു ബേസ് ഐഡിയയും ഹൗ ടു റിയാക്ട് വിത്ത് ദ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത്, ആ മെൻ്റൽ കണ്ടീഷനിങ് പ്രോസസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു 5-6 വർഷം ഏതെങ്കിലും ഒരു ആയോധന കലയിൽ മിനിമം കണ്ടീഷനിങ് ഉള്ള ആൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞതൊരു 2-3 കൊല്ലം കൊണ്ട് തന്നെ മർമ്മവിദ്യ സ്വായത്തമാക്കാൻ പറ്റും. പക്ഷേ അയാളൊരു സെൽഫ് കണ്ടീഷനിങ് പ്രോസസ്സ് കുറച്ച് വർഷങ്ങളായിട്ട് ഉള്ള ആളായിരിക്കണം. ഇനി അങ്ങനെയല്ല, ഒരു പുതുതായിട്ട് വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാക്ടിക്കൽ ഫൈറ്റ് സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് എന്താ പറയുക, അഭിമുഖീകരിക്കാനായിട്ട് 1 കൊല്ലം അയാൾ കണ്ടിന്യൂസ് ട്രെയിനിങ്ങിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഫൈറ്റ് സിറ്റുവേഷൻ അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. ഈ കോഴ്സ് കഴിഞ്ഞാലും കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ഉണ്ടാവണം. റിഫ്രഷ്മെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. ആ റിഫ്രഷ്മെൻറ്റ് കോഴ്സസിലുണ്ടാവണം. നമ്മൾ പറയുന്ന ഡെയിലി റൊട്ടീൻ ടൈപ്പ് ഓഫ് എക്സസൈസസ് കോഴ്സ് കഴിഞ്ഞാലും ചെയ്യണം. റിഫ്ലെക്സ് ആക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലൈഫ് ലോങ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും വാറിയർ തന്നെയായിരിക്കും. എല്ലാവരുടെയും ഉള്ളിലൊരു യോദ്ധാവുണ്ട്. ആ യോദ്ധാവിനെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഉണർന്ന് എഴുന്നേറ്റ ആളിനെ പിന്നെ ഉറക്കരുത്. അയാളെപ്പോഴും ഉണർന്നിരിക്കണം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും ഭക്ഷണശീലമോ അല്ലെങ്കിൽ ദിനചര്യ എന്നതിനപ്പുറം ഭക്ഷണശീലമോ എങ്ങനെയായിരിക്കും അയാളുടെ ഒരു സ്വാഭാവികമായ? പൊതുവേ നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ ട്രെയിനിങ്ങിൽ വരുന്ന ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഭക്ഷണക്രമം നമ്മൾ പറയാറില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് എണ്ണയുടെ ഉപഭോഗം, ഇപ്പം എല്ലാ സെൽഫ് ഡിഫൻസ് കോഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കോഴ്സുകളിലൊക്കെ വരുന്ന ട്രെയിനേഴ്സ് പറയുന്ന പോലെ തന്നെ നോർമലി ഓയിൽ കണ്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള നോർമൽ റീസണബിൾ റെസ്ട്രിക്ഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ഒരു മർമ്മയെ സംബന്ധിച്ചിടത്തോളം, മർമ്മ നേരത്തെ ചോദിച്ച പോലെ ആധികാരികമായി പഠിക്കുവാനും ഇതിൻ്റെ ഹയർ എൻഡ് വരെ പോകണമെന്നുണ്ടെങ്കിലും കൂടുതൽ എന്താ പറയുക, സാത്വിക ഭക്ഷണം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പം അഗ്നിയെ വളരെ സ്വാഭാവികമായി വളരെ കൺട്രോൾഡായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഗ്നി വളരെയധികം ഗുണപരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് നമുക്ക് അറ്റാക്ക് എന്ന് മാത്രമല്ല, അതിനൊരു ശരീരത്തിൽ ഉണ്ടാകുന്ന ചതവുകൾ, പ്രശ്നങ്ങൾ, പല വിധത്തിലുള്ള വിഷയങ്ങളുണ്ടാവുമല്ലോ. അതിലും കാര്യമായ രീതിയിലൊരു മാറ്റം വരുത്താൻ ഉപയോഗിക്കാമല്ലോ മർമ്മം.
അഗ്നിയെ എന്ന് ചോദിച്ചത് അഗ്നിയുടെ അഗ്നി വിദ്യയുമായിട്ട് ആ ബന്ധപ്പെട്ടാണോ? നമ്മളിപ്പം ഇതിന് രണ്ട് വശമുണ്ടല്ലോ. ഇത് നമ്മളിപ്പോൾ ന്യൂക്ലിയർ എനർജി പോലെ ഇപ്പോൾ രണ്ട് വശമുണ്ട്. ഒന്ന് അറ്റാക്കിൻ്റെ വശവും മറ്റൊന്ന് ഊർജ്ജ രൂപത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഈ ഊർജ്ജ രൂപത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷതങ്ങൾ, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റം വരുത്തുവാൻ അതൊരു മരുന്ന് പോലെ നമുക്കിത് ഉപയോഗിക്കാമല്ലോ. അതെ. അത് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ ഇതെങ്ങനെയാണ് ഇതിനെ പഠിപ്പിക്കുക? ശരിക്കും ഈ ട്രെയിനിങ്ങിൽ നമ്മൾ മർമ്മ ചികിത്സയിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം മർമ്മ ചികിത്സ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അപ്പോൾ അത് ഒരു മർമ്മ വൈദ്യൻ്റെ കീഴിൽ പഠിക്കേണ്ടതാണ്. മർമ്മ ചികിത്സയും അടങ്കൽ, മറുതട്ട് തുടങ്ങിയ ക്രിയകളുണ്ട്. അതായത് ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിക്ക് അടങ്കൽ അഥവാ മറുതട്ട് ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ തൃശങ്ക് പുഷ്പം എന്ന് പറയുന്ന മർമ്മമുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരുന്നില്ല. തൃശങ്ക് പുഷ്പം എന്നൊരു മർമ്മമുണ്ട്. ആ മർമ്മത്തിലുള്ള പ്രയോഗത്തിൽ 24 അവേഴ്സിനുള്ളിൽ മറുതട്ട് ചെയ്തില്ലെങ്കിൽ ആൾ മരിച്ചു പോകും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്രയോഗമാണ്. പക്ഷേ ആ 24 അവേഴ്സിനുള്ളിൽ മറുതട്ട് കൃത്യമായിട്ട് ചെയ്യാൻ, ഞാൻ ഈ 24 അവേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ് പറഞ്ഞത്, അത്രയൊന്നും പോവില്ല. അതിനു മുമ്പ് തന്നെ ആളിന് അപകടം പറ്റും. അപ്പോൾ അതിനു മുമ്പ് കൃത്യമായ മറുതട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടും. പക്ഷേ കാലാന്തര പ്രാണഹരമാണത്. കാലാന്തരത്തിൽ പ്രാണനെ അത് ഹരിക്കും. പതിയെ പതിയെ ആയുസ് കുറയും. ഭാരതീയ സംസ്കൃതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കളരിക്ക് പല ആചാര്യന്മാരെയും പറയാറുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം അഗസ്ത്യറുണ്ട്, അല്ലെങ്കിൽ പരശുരാമനുണ്ട്, ഭോഗറുണ്ട്. അപ്പോൾ ഇങ്ങനെ മർമ്മ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഈ ആചാര്യന്മാർ തന്നെയാണോ, അല്ലെങ്കിൽ പ്രത്യേകമായി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആചാര്യനെ സ്ഥാനത്ത് കണ്ടതിന് ശേഷം, മറ്റാരെങ്കിലും ആചാര്യസ്ഥാനത്ത് കണ്ടതിന് ശേഷമാണോ ഇത് ഫോളോ ചെയ്യുന്നത്? അല്ല, ഇത് മർമ്മ ശാസ്ത്രത്തിൻ്റെ ചരിത്രം തന്നെ. ഇപ്പം ഭഗവാൻ പരമശിവനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഈ മാർഷ്യൽ ആർട്സിൻ്റെ പ്രയോഗങ്ങളും ഭഗവാന്റെ താണ്ഡവത്തിൻ്റെ പ്രയോഗങ്ങൾക്കും സിമിലാരിറ്റി ഉണ്ട്. പല സ്റ്റെപ്പിലും സിമിലാരിറ്റി ഉണ്ട്. ഇവൻ പെട്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കുങ്ഫുവിലൊക്കെ ഉള്ള സ്റ്റെപ്സ്, കൈകൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ താണ്ഡവയിലും സിമിലർ വേർഷൻസ് ഉണ്ട്. താണ്ഡവയിൽ മാത്രമല്ല, മോഹിനിയാട്ടം, ഭരതനാട്യത്തിലൊക്കെ ഈ കൈ വയ്ക്കുന്നത് പോലും. കാരണം ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്ത ഒരു സ്ഥലത്തു നിന്നാണ്. സോ ഹിസ്റ്റോറിക്കലി ഭഗവാൻ ശിവൻ ഈ അറിവ് പാർവതി ദേവിക്ക് കൊടുത്തു. പാർവതി ദേവി പ്രിയപുത്രനായ സുബ്രഹ്മണ്യന് കൊടുത്തു. അദ്ദേഹം പളനിയിലാണ് അദ്ദേഹം വന്ന് ഇരുന്നത്. അതിനുശേഷം അഗസ്ത്യമുനി ആണ് ഇതിൻ്റെ രഹസ്യം, അദ്ദേഹത്തിനെ തപസ് ചെയ്യുന്നു. തപസ് ചെയ്തിട്ട് ഈ വിദ്യ, ശരീരത്തിലെ ഈ വിദ്യയെപ്പറ്റി ആവശ്യപ്പെടുന്നു. ആ വിദ്യ സുബ്രഹ്മണ്യൻ പറഞ്ഞു കൊടുക്കുന്നു എന്നാണ്. അഗസ്ത്യമുനി തൻ്റെ ശിഷ്യനായ ഭോഗറിനും ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഭോഗർ പാടലി എന്നുള്ള പുസ്തകത്തിലൂടെ ഇത് പതിയെ പതിയെ പ്രചാരത്തിലേക്ക് വരുന്നു. പിന്നെ മുന്നൂൽ പിന്നൂൽ, തെക്കൻ തമിഴ്നാട്ടിലെ മുന്നൂൽ പിന്നൂൽ ഗ്രന്ഥങ്ങളിൽ, പിന്നെ പീരങ്കി, മർമ്മ പീരങ്കിത്തുറ, പിന്നെ മർമ്മ പീരങ്കി, അതുപോലെ മർമ്മ കണ്ണാടി, ഇതുപോലുള്ള പുസ്തകങ്ങളിലൂടെ പതിയെ പതിയെ പ്രചാരത്തിൽ വന്നതാണ് മർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ മർമ്മശാസ്ത്രത്തിനെ സംബന്ധിച്ച്, അതിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ രഹസ്യങ്ങളിൽ ആ സമയത്തൊക്കെ 72,000-ഓളം നാഡീസന്ധികളിലൂടെ 3000-ൽ പരം മർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നു. പിന്നെ അത് കാലാന്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. പല അറിവുകളും നഷ്ടപ്പെട്ട് ചുരുങ്ങിയാണ് ഇപ്പോഴത്തെ ഇതിൽ 108 മർമ്മങ്ങളിലേക്ക് ആധികാരികമായി എത്തിയിട്ടുള്ളത്. എന്നാലും നാഡീസന്ധികളിൽ ബന്ധപ്പെട്ടിട്ടുള്ള മർമ്മങ്ങൾ ഇനിയുമുണ്ട്. എൻ്റെ ഗുരുവായിട്ടുള്ള വൈക്കം കണ്ണാടൻ മാഷ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 382-ഓളം മർമ്മങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അഗസ്ത്യമുനി മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ ഭാരതത്തിൽ കളരിക്കായിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുള്ള എല്ലാ ആശാന്മാരും, പിന്നെ എൻ്റെ പ്രിയ ഗുരുവും ആചാര്യസ്ഥാനത്ത് തന്നെയാണ്. അവരെ ബഹുമാനിച്ചുകൊണ്ടാണ് എനിക്കിവിടെ ഇരിക്കാനും പറ്റുന്നത്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ പല രീതിയിലുള്ള അവധൂതന്മാരുണ്ട്. അവധൂത സ്വാമി, അപ്പം അതിൽ ചില ആൾക്കാരെയൊക്കെ നമുക്ക് ഒരാൾക്കോ 5 ആൾക്കോ ചെന്ന് തന്നെ കീഴടക്കാൻ പ്രയാസമാണ്. ഇത്തരം ആൾക്കാരുമായി ഇതെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഇത്തരം ഈ വിദ്യാസമ്പ്രദായത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെല്ലാവരും യോഗീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ദേ നോ വെരി വെൽ ഈ മർമ്മ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയാം. ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അദ്ദേഹം നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം തീവണ്ടിയെ കൈവിരൽ ചൂണ്ടി തടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇത് ആക്ച്വലി സംഭവിക്കുന്നത് എന്തു പറഞ്ഞാൽ, കൃത്യമായും നമ്മുടെ ഈ മർമ്മ രഹസ്യം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ശബ്ദങ്ങൾ, മന്ത്രങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ പ്രകൃതിയിലെ ശബ്ദമന്ത്രാദികളെ മുഴുവൻ ആവാഹിച്ച് ആ കോസ്മിക് എനർജിയെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വിടുന്നതാണ്. പൂർണ്ണമായും ശരീരത്തിൻ്റെ എനർജി മാത്രമാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസ്മിക് എനർജിയെ കൂടെ ശരീരത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് അതിനെ
തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുന്ന ഫോഴ്സിനെ എല്ലാം തകർത്തുകൊണ്ട് മറ്റൊരു ഫോഴ്സിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അത് പിന്നെ നമുക്ക് അറിയാം നമ്മളെ മർമ്മവിദ്യയിൽ തന്നെ നോക്കുമർമ്മം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ട്രെയിൻ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ അഗ്നിയിൽ സ്ഥിരമായിട്ട് 108 ദിവസം അഗ്നിയിൽ നോക്കിയിരിക്കുക, ഇരുട്ടുമുറിയിൽ നോക്കി, അതിൻ്റെ ദീപത്രാടനം എന്ന് വിളിക്കും. അപ്പോൾ അത് ശരിക്കും ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് കണ്ണിൻ്റെ പവർ കൂട്ടാൻ പറ്റും. നോക്കുമർമ്മം എന്ന് പറയുന്നത് നമ്മുടെ 2 കണ്ണുകളാണ്. അപ്പോൾ ഈ കണ്ണിലൂടെ തന്നെ എതിരാളിയെ നിഷ്പ്രഭമാക്കാൻ പറ്റുന്ന വിദ്യകൾ അഗസ്ത്യർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗുരുക്കന്മാർ അത് വളരെ ആപ്റ്റായിട്ടുള്ള ശിഷ്യന്മാർക്ക് മാത്രമേ പകർന്നു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ള ഗുരുക്കന്മാരിൽ എത്രത്തോളം പേരും അതിൽ അറിവുണ്ട് എന്നെനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ അറിവിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതൊരു യാത്രയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയെ മാത്രമേ ഉള്ളൂ. അത് ഒരു അൾട്ടിമേറ്റ് ലെവലാണ്. അൾട്ടിമേറ്റ് ലെവലാണ്. ചൂണ്ടാണി മർമ്മത്തിൻ്റെ മാത്രമല്ല മർമ്മശാസ്ത്രത്തിൻ്റെ അൾട്ടിമേറ്റ് ലെവലാണത്. അപ്പോൾ ഈവൻ ഒരു മനുഷ്യനെ നമുക്ക് എന്താ പറയുക, നമ്മളോട് എതിരിടുന്ന ഒരു മനുഷ്യൻ, അയാളോട് നമ്മൾ മാന്യമായിട്ട് പറയുകയാണ് നമ്മളിലേക്ക് വരരുത്, എനിക്കിതിൽ താല്പര്യമില്ല, എന്നാലും നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന മനുഷ്യനെ ഈ കോസ്മിക് എനർജി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പോലും തൊടാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പോലും എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പവേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള രഹസ്യങ്ങളുണ്ട്. സോ ആ രഹസ്യങ്ങളുടെ കലവറ തേടിപ്പോലാണ് ഓരോ കളരിയെ പ്രേമിക്കുന്ന ഓരോ സ്റ്റുഡൻസും ചെയ്യുന്നത്. ഒരു ജാഗ്രത വേണം എന്ന്, ഇതിനകത്തൊരു പൂർണ്ണമായി ജാഗ്രത വേണം എന്ന് പറയുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു ജാഗ്രത? ഇത് ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ്റെ കാര്യമാണ് ഞാൻ ഏറ്റവും പറയുന്നത്. കാരണം നമ്മൾ താന്ത്രിക് മർമ്മവിദ്യാപീഠ ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു അൺഫോർസീൻ ഇവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് സക്സസ്ഫുള്ളായിട്ട് വിൻ ചെയ്യാം. വിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നുകിൽ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക, ഒരു അപകടം പറ്റാതെ, അല്ലെങ്കിൽ ആയുധവുമായിട്ട് വരുന്ന ആളാണെങ്കിൽ അയാൾ ഡിസാം ചെയ്യുക, നമ്മൾ സേഫായിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ വിന്നിങ്, അല്ലാതെ ട്രോഫി കൊണ്ടുപോകുന്നതല്ല. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു യോദ്ധാവുണ്ട്. പക്ഷേ ആ യോദ്ധാവ് എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുന്നത്? അത് കേവലം ഒരു മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ട് മാത്രമല്ല. നിരവധി മാർഷൽ ആർട്സ് പഠിച്ച ആൾക്കാരെല്ലാം അൺഫോർസീൻ ഇവൻ്റ് ഉണ്ടാകുമ്പോൾ പരാജയപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാർ പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആശാന്മാർ പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് അവർ കഴിവില്ലാത്തതുകൊണ്ടല്ല, അവരെല്ലാവരും മിടുക്കന്മാരാണ്. പക്ഷേ ഒരു 15 കൊല്ലം ഒക്കെ കളരിയിൽ അല്ലെങ്കിൽ കരാട്ടയിലൊക്കെ തുടർച്ചയായിട്ട് നിൽക്കുന്നവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കഴിവുകൾ അവർക്കുണ്ടാവും. നോർമലി ഒരു 2-3 കൊല്ലം മാത്രം പഠിച്ചവർക്ക് ഈ പറയുന്ന അൺഫോർസീൻ ഇവൻറ്റ് നന്നായിട്ട് അഭിമുഖീകരിക്കാൻ കഴിയില്ല. ഒരു അൺഫോർസീൻ ഇവൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു വാറിയറെ സംബന്ധിച്ചിടത്തോളം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 50% വേണ്ടതാണ് താങ്കൾ പറഞ്ഞ ജാഗ്രത. കാരണം ഒരു വാറിയറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അലേർട്ടായിരിക്കണം. വെറുതെ തന്നെ നമ്മളൊരു സീറ്റിൽ പോയിരിക്കുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പഴയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, അവരാദ്യം സീറ്റൊന്ന് തട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ അതൊരു ഒരു ഒരു ഉദാഹരണമാണ്, അലേർട്ടിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതുപോലെ നമ്മൾ ബൈക്ക് ഓടിക്കുന്നു, ഓൾവേസ് ഈ മിറർ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്ന അവകാശവാദം. ചിലപ്പോൾ നാളെ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായേക്കെ ഇല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അലേർട്ടാവുക എന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, പക്ഷേ അലേർട്ടാവുക. അലേർട്ടായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളെ ഒഴിവാക്കാം. ഉദാഹരണത്തിന് ഒരു വ്യക്തി നമ്മളോട് വരുന്നു, ഒരു മദ്യപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. നമ്മൾ ആദ്യം കാണിക്കുന്ന അലേർട്ട് എന്താണ്? അയാൾ മദ്യപാനിയാണ്, നമ്മൾ അയാളെ സ്വബോധത്തിലല്ല, അയാളോട് നമ്മളായിട്ടൊരു പ്രശ്നത്തിൽ പോകരുത്. ജസ്റ്റ് സേ പാഡൻ, ചേട്ടാ എനിക്കിതിൽ താല്പര്യമില്ല, ഞാൻ പോവുകയാണ്, ഇത് പറയുക. ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് അയാളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓൾവേസ് അയാൾ ശരീരത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഒരു കൈ അകലം പാലിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ അയാളുടെ കൈ അവിടെ ഇവിടെയോ തട്ടി നമ്മുടെ മർമ്മസ്ഥാനത്തിൽ പ്രയോഗം വരരുത്. വന്നാൽ നമ്മൾ ബീറ്റായി പോകും, നമ്മൾ തോറ്റും, അല്ലെങ്കിൽ നമുക്ക് അപകടം പറ്റും. അതുണ്ടാവാതിരിക്കാൻ ഒരു കൈ അകലം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ദൂരെ നിർത്തിയിട്ട് നമ്മൾ ഈ സാഹചര്യത്തിന് താല്പര്യമില്ല, ചേട്ടനോട് വഴക്കിടാൻ താല്പര്യമില്ല എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകുക. കഴിയുന്നില്ല, അയാൾ വീണ്ടും നമ്മളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേവലം ഒരു വിരൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ പറ്റും. നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അകലത്തിലേക്ക് മാറ്റി നിർത്താൻ പറ്റും. അദ്ദേഹത്തിന് മുന്നോട്ട് നടക്കാൻ കഴിയില്ല, ആ രീതിയിലേക്ക് അദ്ദേഹത്തിനെ നിർത്താനുള്ള വിദ്യ ചൂണ്ടാണി മർമ്മത്തിലുണ്ട്. ഇവിടെ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അലേർട്ടാണ്. സോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, ഒരു റോഡിലൂടെ പോകുമ്പോൾ 2 പേര് അടി കൂടുന്നു, ദയവ് ചെയ്ത് മൊബൈൽ കൊണ്ട് അവിടെ പോയിട്ട് പോകാൻ പാടില്ല. അതൊരു അലേർട്ടാണ്. ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക സിറ്റുവേഷനിൽ നിന്ന്. ഒരു അപകടമുണ്ടായി, ഒരാളെ രക്ഷിക്കാനാണെങ്കിൽ നമുക്ക് പോകാം, പക്ഷേ 2 പേര് തമ്മിൽ നടക്കുന്ന ക്ലാഷിലേക്ക് നമ്മൾ പോകരുത്. ഒരാളുടെ കയ്യിൽ ആയുധം കാണും, ഇത് അലേർട്ടാണ്. ഒരു സംഭവം ഈയിടയ്ക്ക് നടന്ന സംഭവം, ഈയിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളൊരു പെൺകുട്ടിക്ക് ട്രെയിൻ യാത്രയിൽ ഒരു ദുരനുഭവം ഉണ്ടായി. അത്
ഡോറിൽ അവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മദ്യപാനിയായിട്ടുള്ള ഒരാൾ പരസ്യമായിട്ട് സിഗരറ്റ് വലിക്കുകയും കൂടെ ചെയ്തു. അത് ചോദ്യം ചെയ്തു ആ കുട്ടി. ശരിക്കും ആ കുട്ടി കാണിച്ചത് ധൈര്യം തന്നെയാണ്, അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് കഴിവ് തന്നെയാണ്. പക്ഷേ അവിടെ ആ കുട്ടിക്ക് അറിയാതെ മറന്നുപോയൊരു കാര്യമുണ്ട്, ജാഗ്രത. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലം സേഫാണോ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളാണോ ഈ വ്യക്തി എന്നുള്ളതാണ്. ഒന്ന്, അയാൾ സ്വബോധമില്ലാത്ത ആളാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ബി എന്താ പറയുക, ഞാനൊരു നല്ല പക്ക ഒരു മാർഷൽ ആർട്സ് എനിക്ക് ഓക്കെയാണ് എന്നൊരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് ഉണ്ടാവണം. ഇനി ഇതുമല്ലെങ്കിൽ നല്ലൊരു മാർഷൽ ആർട്സ് ട്രെയിനർ ആയാൽ പോലും, അല്ലെങ്കിൽ ഒരു വാറിയർ ആണെങ്കിൽ പോലും, ആ സാഹചര്യം ഒട്ടും യോജിച്ചതല്ല. ഒരു അബദ്ധം മതി, ഒരു ചെറിയൊരു ചവിട്ട് നമ്മുടെ കൈയൊന്ന് വിട്ടുപോയാൽ മതി. അതാണ് ആ കുട്ടിക്ക് സംഭവിച്ചത്. കാരണം ആ കുട്ടിയുടെ പ്രതികരണശേഷി നല്ലതാണ്. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ഇതിൽ പ്രതികരിക്കണം. നമ്മുടെ സാഹചര്യം നോക്കണം. ഇതാണ് അലേർട്ട്. ഈ അലേർട്ട് ഒരു 50% ഒരു ഫൈറ്റിൽ ഉണ്ടാവണം. ഇനി വരുന്ന ഒരു 30% എന്ന് പറയുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളിനെ നമ്മൾ അസസ് ചെയ്യുക. ഈ അസസ്മെൻറ്റാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ അടുത്ത ക്രൂഷ്യൽ പാർട്ട്. ഈ വരുന്ന ആൾ നമ്മളുമായിട്ട് സ്ഥിരമായിട്ട് പരിചയമുള്ള വ്യക്തിയാണോ? 5 കൊല്ലമായിട്ട് നമ്മുടെ സുഹൃത്തായിരുന്ന വ്യക്തി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് നമ്മളിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അയാളോട് തിരിച്ച് അറ്റാക്കിന് പോകാതെ അയാൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം നാളെ ചിലപ്പോൾ ആ സുഹൃത്ത് ബന്ധം തിരിച്ചു വന്നേക്കാം. ആ ബന്ധത്തിനെ നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. ഇത് ആണ് നമ്മൾ ആ വ്യക്തിയെ പഠിക്കുക എന്ന് പറയുന്നത്. ഒരു പരിചയമില്ലാത്ത വ്യക്തി നമ്മളെ ഇപ്പോൾ എന്താ ചെയ്യുക, കോളർ ഗ്രാബ് ചെയ്യുന്നു, പിടിച്ചു പറിക്കാൻ വേണ്ടി വരികയാണ്. നമ്മുടെ കോളർ ഗ്രാബ് ചെയ്തു, ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ്സ് അയാൾ നമ്മളെ അറ്റാക്ക് ചെയ്യും. ലെഫ്റ്റ് കൈ കൊണ്ട് കോളർ ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് പഞ്ച് ഉറപ്പാണ്. സോ ആ പഞ്ച് മുൻനിർത്തി അതുണ്ടാകുമെന്നുള്ള ബോധ്യം കരുതിക്കൊണ്ട് വേണം ഇടത് കൈ ഹോൾഡ് ചെയ്ത് ആ പഞ്ചിനെ തടയാൻ വേണ്ടി നമ്മൾ അലേർട്ട് റെഡിയായിരിക്കും. ആ സമയത്ത് നമ്മൾ അയാളോട് സംസാരിക്കുന്ന ഭാഷ വിനയത്തിൻ്റെ ഭാഷയായിരിക്കും. വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഭാഷയായിരിക്കും. പക്ഷേ അയാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറ്റാക്കിനുള്ള മറുക്രിയ കൊടുക്കും. അത് മർമ്മം. സോ ഒരു ആഫ്റ്റർ ഈ 50%-ഉം 30%-ഉം കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ്ങിൽ 20% വൈറ്റലാവുന്നത്. ഈ 50-ഉം 30-ഉം ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് മാത്രം പോരാ, ഈ 20%-ഉം കൂടി അറിഞ്ഞാൽ മാത്രമേ നമ്മൾ സക്സസ്സിലേക്ക് പോകൂ. 20% മാത്രം അറിഞ്ഞിട്ടും കാര്യമില്ല. ഈ പറയുന്ന ജാഗ്രതയും ശ്രദ്ധയും ഇല്ലെങ്കിൽ നമ്മൾ ലൂസായി പോകും. അതുകൂടി ഉണ്ടെങ്കിൽ ഷുവർലി വി വിൽ വിൻ. ഏത് സിറ്റുവേഷനെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മളൊരു മനുഷ്യ ശരീരത്തെ കാണുമ്പോൾ, അയാൾ ആക്രമിക്കാൻ വരുന്ന മനുഷ്യ ശരീരത്തെ കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? നമ്മൾ അയാളുടെ ആക്രമണത്തെ എങ്ങനെ ഒരു ആംഗിളിൽ നമുക്ക് തന്നെ കാണാം? അതിപ്പോൾ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടൊരു 6 അടി പൊക്കമുള്ളൊരു മനുഷ്യനാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്കിപ്പോൾ 5 അടി 5 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യൻ വരുമ്പോൾ ഞാൻ ആദ്യം കാണാൻ ശ്രമിക്കേണ്ടത് എനിക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള മർമ്മ പോയിൻറ്റ്സ് ആയിരിക്കും അയാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ. കാരണം 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ്റെ തലയുടെ മുകളിലുള്ള അധിപൻ മർമ്മത്തിലേക്ക് എനിക്ക് ചാടി പ്രയോഗം നടത്താൻ പറ്റില്ല. സോ എത്രയും വേഗം അയാളുടെ വരുന്ന അറ്റാക്കിനെ തടയുന്നതിന് മുമ്പ് തന്നെ അയാളെ അറ്റാക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക, ഇതായിരിക്കണം എൻ്റെ ലക്ഷ്യം. സോ എനിക്ക് ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ ഓൾറെഡി ആ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. കാരണം അയാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എന്നിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഞാനിത് ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ആയിരിക്കണം ഒരു വാറിയർ. അങ്ങനെ ആകുമ്പോഴേ മാത്രമേ നമുക്ക് ബീറ്റ് ഉണ്ടാവാതിരിക്കുള്ളൂ. നമുക്ക് അടി കിട്ടാതെ തന്നെ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ അലേർട്ട്, ആ വരുന്ന വ്യക്തി ഒരു 6 ഫീറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളോട് ഏത് രീതിയിലുള്ള മർമ്മം പ്രയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ഐഡിയയിലുണ്ടാവും. ഒന്ന്, ഇനി നല്ല ഫാറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഏകദേശം ഒരു അത്ര പൊക്കമില്ല, ഒരു 5 അടി 8 ഇഞ്ചേ ഉള്ളൂ, നല്ല വണ്ണമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം, കൈയും കാലും, 2 കാലുകളും 2 കൈകളും ശ്രദ്ധിക്കണം. ഇത് രണ്ടും ട്രെയിൻഡ് ആയിട്ടുള്ള ബോഡി അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫുഡ് കഴിച്ച് വലിപ്പം മാത്രമുള്ള ബോഡിയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് അദ്ദേഹത്തിന് മറിച്ചിടാൻ. അദ്ദേഹത്തിന് റിഫ്ലക്സ് ആക്ഷൻ കുറവായിരിക്കും, പ്യുവർ സയൻസാണ്. അപ്പോൾ ആ റിഫ്ലക്സ് ആക്ഷൻ കുറവായത് തന്നെ നമുക്ക് സക്സസ് ആവും. ഇനി പ്യുവർ ഫിസിക്കലി ട്രെയിൻഡ് ഒരു ജിമ്മിലൊക്കെ പോകുന്നൊരു വ്യക്തിയാണ്, നമ്മുടെ സൈസുള്ളൊരു വ്യക്തിയാണെങ്കിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മസിൽ പാർട്സ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദുർബലമായ സ്ഥലങ്ങൾ. ആ ദുർബലമായ സ്ഥലങ്ങളിലായിരിക്കും നമ്മുടെ പഞ്ച് പോകുന്നത്. മസിലിലേക്ക് നമ്മൾ പഞ്ച് ചെയ്യില്ല. കാരണം മസിൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓർഗൻസിനെ എല്ലാം സേഫാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് മസിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കായിരിക്കും പഞ്ച് പോകുന്നത്. ഉദാഹരണത്തിന് ഒരു എന്താ പറയുക, ഒരു
നല്ല ഒരു 25 kg ഒക്കെ എടുക്കുന്ന, നല്ല ഡംബിൾസ് ഒക്കെ എടുക്കുന്ന, നല്ല ബൈസെപ്സ് ഉള്ള ഒരു ജിമ്മ്. ആ വ്യക്തിക്ക് ശക്തമായിട്ട് മർമ്മത്തിനെ പറ്റി ബോധ്യമായിട്ടുള്ള ഒരു ആളിന് ആ വ്യക്തിയെ പഞ്ചഗുസ്തിയിൽ തോൽപ്പിക്കാൻ പറ്റും. ആ വ്യക്തി പോലും അറിയില്ല എങ്ങനെയാണ് തോക്കുന്നത്. സോ അവിടെയാണ് മർമ്മ വൈറ്റൽ പോയിൻറ്റ്സ് ആണ് അതിൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. അല്ല, ഇതിപ്പം ഒരാളുടെ കാര്യം ഇങ്ങനെ ഒന്നിൽ കൂടുതലാണെങ്കിലും ഒന്നിൽ കൂടുതലിന് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് മാർഷൽ ആർട്സിലുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ ഒരു ബേസ് ഐഡിയ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല, അത് ട്രെയിനിങ് സെക്ഷനിലേ പറയാൻ പറ്റും. ബേസ് ഐഡിയ എന്ന് പറയുന്നത്, ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നാൽ നെവർ ബി ഐഡിൽ. നമ്മൾ ഒരിക്കലും ഐഡിയലായിട്ട് നിൽക്കരുത്. മൂവ്, എപ്പോഴും ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്ന്. രണ്ടാമത്തത്, നെവർ ഫോം എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും ആകരുത്. സിനിമയിൽ പോസിബിളാണ്. ഇപ്പം വലിയ വലിയ നടന്മാർ, വിജയോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ചെയ്യും. മധ്യത്ത് നിന്നിട്ട് ചുറ്റും 20 പേര് കാണും, അവർ ഓരോരുത്തരായിട്ട് അടിക്കും. ശ്രദ്ധിച്ചാൽ മതി, ആ ആക്ഷൻ സീക്വൻസിൽ എല്ലാവരും 1, 2, 3 എണ്ണിയാണ് വരുന്നത്. പക്ഷേ ഒരു അൺഫോർസീൻ ഇവൻറ്റിൽ അങ്ങനെ വരില്ല, ഒരുമിച്ചായിരിക്കും വരുന്നത്. 2ഉം 4ഉം ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും, 3ഉം 5ഉം സെക്കൻഡ് അറ്റാക്ക്, ഈ രീതിയിലായിരിക്കും വരുന്നത്. സോ ആ സമയം കൃത്യമായിട്ട് ആദ്യത്തെ ഉപായം എന്ന് പറയുന്നത് നിന്നടിക്കാതെ ഓടി രക്ഷപ്പെടാൻ നോക്കുക. അൺഫോർസീൻ ഇവൻറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഓടി രക്ഷപ്പെട്ടാലും പിറകെ വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓടി രക്ഷപ്പെടുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓടി രക്ഷപ്പെട്ട് ഏതെങ്കിലും വണ്ടി കയറി പോവുകയാണെങ്കിൽ സേഫ്. ഓടി എത്ര ദൂരം ഓടും? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കില്ലേ? ഇവർ ഫോളോ ചെയ്യുകയാണ്. ഫോളോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 പേരും, നമ്മളെ ഫോളോ ചെയ്യുന്ന 5 പേരും ഒരേ വേഗതയിലായിരിക്കില്ല ഓടുന്നത്. സോ നോർമലി ഫസ്റ്റ് മാൻ വിൽ ദെയർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ആയിരിക്കും ഓടുന്നത്. സോ നോർമലി വരുന്ന നമ്മുടെ തൊട്ട് പുറകിലുള്ള ആളിനെ നമ്മൾ ആദ്യം അറ്റാക്ക് ചെയ്യുക, വീണ്ടും റണ്ണിങ് കണ്ടിന്യൂ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇത്രയേ ഉള്ളൂ, നെവർ ഫോം എ ലൂപ്പ് വിത്ത് എനിമീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സർക്കിളിൻ്റെ പുറത്ത് വരിക ആൻഡ് മൂവ്, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഈ നമ്മളൊരു മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, വിട്ടിൽ ചാടുന്ന പോലെ എന്ന് പറയും. അങ്ങനെ ചാടി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. ആയുധങ്ങൾ കൊണ്ട് അറ്റാക്കിന് വരികയാണെന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈമറിലി പറയാവുന്നത് ആ സാഹചര്യം ഒഴിവാക്കുക, രക്ഷപ്പെടുക. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് സെഷൻ. ഓക്കെ, നമ്മൾ കണ്ണായിരിക്കുമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഞാനൊരു അടുത്ത കാലത്തൊരു സുഹൃത്ത് പറഞ്ഞതാണ്. ഞാൻ നേരത്തെ ഒരു അവധൂതിൻ്റെ കോട്ട് ചെയ്തു. ഒരു പേരില്ലാ സ്വാമി എന്ന് പറയുന്നൊരു സ്വാമിയുടെ ശിഷ്യനാണ് ഇദ്ദേഹം ഒരു മലയാള അധ്യാപകനാണിപ്പോൾ. അദ്ദേഹം ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് കാര്യമായ പ്രിപ്പറേഷനൊന്നും നടന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിന് മുന്നേ തന്നെ ഈ സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കണ്ണിൽ ഫോക്കസ് ചെയ്ത് കൊടുത്ത് അവരുടെ ശ്രദ്ധ തെറ്റിച്ചാൽ പിന്നീട് നിൻ്റെ പുറകെ അവർ വരും. അദ്ദേഹം നാച്ചുറലി ആ ടെക്നിക്ക് ഉപയോഗിച്ചു. പ്രഭാകര സിദ്ധയോഗിയുടെ പുതിയ അവതാരമാണെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ പ്രധാനപ്പെട്ട ആയുധം കൈക്കപ്പുറം കണ്ണിന് വലിയ സ്ഥാനമുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം നോക്കുമർമ്മം കണ്ണുകളാണ്. നോക്കുമർമ്മത്തിലല്ലാതെ മറ്റു മർമ്മങ്ങളിൽ കണ്ണിന് സ്ഥാനമുണ്ടോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്? അതെ. നോക്കുമർമ്മം കൊണ്ട് നമുക്ക് കണ്ടീഷൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അറ്റാക്കിംഗ് മുറകൾ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദീപത്രാടനം വഴി അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ കഴിവിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇവനൊരു നോട്ടം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ചലനം, ഉദാഹരണത്തിന് കഴുത്ത് ലെഫ്റ്റ് രീതിയിലേക്ക് ചലിക്കുമ്പോൾ ആ വ്യക്തി അതേ രീതിയിൽ ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ ഈ മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. നമ്മുടെ ഈ ദുര്യോധനൻ്റെ പരാജയപ്പെടുത്തുന്നത് ഭീമൻ. ഗദായുദ്ധത്തിലാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്, അതായത് കൊല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ തുടയിൽ ഉർവി മർമ്മത്തിലാണ് അറ്റാക്ക് വന്നത്, അതായത് അവിടെയാണ് പ്രഹരം വരുന്നത്, അങ്ങനെ മരിക്കും. പക്ഷെ അവിടെയും നോക്കുമർമ്മത്തിൻ്റെ പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അതിലൊരു കഥയുണ്ട്. കൃഷ്ണൻ അടുത്ത് നിന്നതിന് ശേഷം ഒരു ഒരു മരച്ചില്ല പോലെ ഒരു ചില്ലങ്ങനെ ഒടിച്ചു കാണിക്കുന്നു എന്നുള്ള കഥ കേട്ടിട്ടുണ്ട് ഈ സമയം. അതങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കഥ. അപ്പോൾ ശരിക്കും ഈ പ്രഹരം സംഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഭഗവാൻ ആ പോയിന്റിലേക്ക്, ആ വീക്കസ്റ്റ് പോയിന്റിലേക്ക് നോക്കിയിട്ടുണ്ട്. ദുര്യോധനൻ്റെ വീക്കസ്റ്റ് പോയിന്റിലേക്ക് തൻ്റെ നോക്കുമർമ്മം കൊണ്ട് നോക്കുകയും
ആ കാല് സ്ലിപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിന്ന നിലയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കാല് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്ലിപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്, ഭീമന്. പക്ഷേ ക്രെഡിറ്റ് വെൻ ടു ഭീമ. ദുര്യോധനെ കൊന്നത് അദ്ദേഹമാണ്. പക്ഷേ അതിൻ്റെ റിയൽ പ്ലെയർ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നോക്കുമർമ്മത്തിൻ്റെ പ്രാധാന്യം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം എത്രത്തോളം പേർക്ക് അത് അറിയാവുന്നവർ ആ രഹസ്യം എപ്പോഴും എല്ലാവരോടും പറയണമെന്നില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് അഭ്യാസികൾ ഒഴിഞ്ഞു പോകാറാണ് പതിവ്. നിക്കക്കള്ളി ഇല്ലാതെ വന്നാൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിഭീകരമായിട്ട് ആയിരിക്കും. എന്താണ് ഇനി മർമ്മത്തെക്കുറിച്ചുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എന്താണ് ഈ മർമ്മ വിദ്യാപീഠത്തിൻ്റെ ഇനി അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്? റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടൊരു ഏരിയ, അതായത് ഇപ്പോൾ നമ്മുടെ മർമ്മപ്രയോഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുകയാണ്, എല്ലാ പ്രയോഗങ്ങളും ഫിസിക്കലി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ താന്ത്രിക് അപ്രോച്ച് എന്ന് പറയുന്നത് മന്ത്ര ശബ്ദം, ഇതിൻ്റെ മന്ത്രത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മന്ത്രാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാളി മന്ത്രമുണ്ട്, സുദർശന മന്ത്രമുണ്ട്, ഇതൊക്കെ ശത്രു നിഗ്രഹത്തിനുള്ളതാണ്. മൃത്യുഞ്ജയ മന്ത്രങ്ങളുണ്ട്. സോ ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം, കുണ്ടലിനിയിലെ എല്ലാ പൊസിഷൻസിലും ഈ ദേവതകൾ വസിക്കുന്നു എന്നാണ്. ഇതേ ഈ കുണ്ടലിനി പൊസിഷൻസിലേക്കാണ് കൂടുതൽ മർമ്മങ്ങളും ഇരിക്കുന്നത്, കുണ്ടലിനി ചക്രങ്ങളുടെ പ്ലേസുകളിൽ. അപ്പോൾ അതേ ദേവതകളെ തന്നെ ആരാധിക്കുന്നവർക്ക് കൂടുതൽ ആ ഓർഗൻസിനെയും ആ മർമ്മ പോയിൻസിനെയും ശക്തിപ്പെടുത്താൻ പറ്റും. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ മന്ത്രങ്ങൾ തന്നെ തിരിച്ചുപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് സക്സസ്ഫുള്ളായിട്ട് ആ എതിരാളിയെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രഹസ്യം നമ്മുടെ ഭാരതത്തിൻ്റെ പുരാണങ്ങളിലൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ഇതിഹാസത്തിൽ തന്നെ തെളിവുണ്ട്. കാരണം ഗാന്ധീപം വില്ല് അർജുനൻ പായിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൃത്യമായിട്ട് മന്ത്രം ചൊല്ലുന്നുണ്ട്. എല്ലായിടത്തും അതുണ്ട്, മന്ത്രം ചൊല്ലി വേണം ചെയ്യേണ്ടതെന്നുണ്ട്. സോ അതിൻ്റെ ഒരു സാധ്യത നിലവിലുണ്ട്. ആ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതിനോടൊപ്പം ട്രെയിനിങ്, ഈ ഒരു രഹസ്യം എൻ്റെ ഗുരു പറയുന്നത് പോലെ നമ്മളിലൂടെ മണ്ണടിയാൻ പാടില്ല, അടുത്ത തലമുറയിലേക്ക് എത്തണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാവരിലേക്കും ഈ മർമ്മവിദ്യ പ്രചരണം നടത്തണം, എത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മർമ്മ ബേസ് ചെയ്ത് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ ചൈനയിലൊക്കെ ഒരുപാട് മർമ്മ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സും ഡിഫൻസ് ടെക്നിക്സൊക്കെ വളർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മിക്സഡ് മാർഷ്യൽ ആർട്സിൻ്റെ കൂടെ ഏറ്റവും പുതുതായിട്ട് ക്രാവ് മാഗ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് അവർ കൊടുക്കുന്നൊരു ടെക്നിക്കാണ്, ബേസിക് ഡിഫൻസ് ടെക്നിക്കാണ്. അതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശൈവ സംസ്കൃതിയുടെ ഒരു കാര്യം പറഞ്ഞു, അതാണ് തുടക്കമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് മർമ്മവിദ്യ കൂടുതലായി പഠിക്കുന്ന ഒരു സമൂഹം, ഇപ്പോൾ നമ്മൾ അഖാഡകളിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ വളരെ സ്വാഭാവികമായി പഠിക്കുന്ന, വളരെ നിഗൂഢമായി അതിനെക്കുറിച്ച് പാരമ്പര്യമായി ചിന്തിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സമൂഹം ഭാരതത്തിലുണ്ടോ? അല്ലെങ്കിൽ അത് ആരാണ് അങ്ങനെ ഉണ്ടെങ്കിൽ? അഖാഡകളിൽ അത് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അഘോരികളിൽ ഇത് വ്യാപകമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ എസ്പെഷ്യലി ഗംഗാതീരത്ത് അവിടെ ഈ ഖനനം കുറച്ച് നാൾ മുമ്പ്, ഏകദേശം ഒരു 15 കൊല്ലം മുമ്പൊക്കെ അതിന് സൈഡിലുള്ള മണ്ണ് ഇങ്ങനെയുള്ള ഖനന മാഫിയകളൊക്കെ ഉണ്ടായിരുന്നു. 15-20 കൊല്ലം മുമ്പാണ്. അപ്പോൾ അവിടെ ഈ അഘോരീസിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. സോ അന്ന് എന്താ പറയുക, എക്സ്ട്രാ നാച്ചുറൽ പവറിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. സോ ഹൗ ദേ ഡിഫെൻഡ്. അപ്പം അവർ കൃത്യമായിട്ട് അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് വന്ന ചില ലോബീസിനെ അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ അവർ ആയുധമുള്ളവരായിരുന്നു. ഈവൻ ആയുധമുള്ളവരെ പോലും ഡിസാം ചെയ്ത് വളരെ ശക്തമായ രീതിയിൽ ഒറ്റ പ്രയോഗങ്ങളിൽ കൂടെ തന്നെ മരണം സംഭവിച്ചവരുണ്ട്. അപ്പം ഗംഗാതീരങ്ങളിൽ അങ്ങനെയുള്ള കുറച്ച് ഗുണ്ടാസ് ഒഴുകി നടന്നു എന്നും ഉള്ള കഥകൾ കേട്ടിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം അവർ ഇതിലെല്ലാം ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ അവരൊരു ക്ലാസ്സിൽ പോയി നേടിയ അറിവൊന്നും അല്ല. അതിനപ്പുറം അവർക്ക് വളരെ കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെപ്പറ്റി, മർമാസിനെ പറ്റി, ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നതിനെ പറ്റി. അവരാരെയും ഒരു സാധാരണക്കാരനെയും ഉപദ്രവിക്കാൻ പോയതില്ല, വെറുതെ ഇരുന്നവരായിരുന്നു. പക്ഷേ അവരിലേക്ക് വന്നപ്പോൾ അവരത് റിയാക്ട് ചെയ്തു. ഈവൻ ഹിമാലയസിലും ഉള്ള സന്യാസിമാർക്ക് അവർ ഐ തിങ്ക് ദേ യൂസ് ടു ഹാവ് ദിസ് നോക്കുമർമ്മം അവർ ട്രൈ ചെയ്യുന്നുണ്ട്. യാത്രകൾ ചെയ്തിട്ടുണ്ടോ ഈ മേഖലയിലേക്ക് എപ്പോഴെങ്കിലും?
യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് കൂടുതൽ പറ്റിയിട്ടില്ല. ഇനി ചെയ്യാൻ മേഖലകളെന്ന് പറയുന്നത് അതായത് അഘോരികളിലേക്ക് അവരുടെ മർമ്മ പ്രയോഗങ്ങൾ എങ്ങനെയാണ്, അവിടെ അതായത് വളരെ നൈസർഗികമായി വളരെ സ്വാഭാവികമായി അത് പഠിച്ച് വന്ന ആൾക്കാരാണ്. ആ മേഖലയിലേക്ക് വാരണാസിയിൽ പോയിട്ടുണ്ട്, ബാബാസിനെ കണ്ടിട്ടുണ്ട്. അത് ഏകദേശം 20 കൊല്ലം മുമ്പൊക്കെയാണ്. അവരുമായിട്ട് അങ്ങനെ ഒരു സമ്പർക്കത്തിന് കഴിഞ്ഞിട്ടില്ല. പഠനം നടത്താനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ അഘോരികളെ സംബന്ധിച്ചോളം ദേ ആർ ഇപ്പോൾ എന്താ പറയുക, അവധൂത എന്നോ അല്ലെങ്കിൽ ഒരു സന്യാസി ഗ്രൂപ്പാണ്. സോ നമ്മൾ അവരിൽ നിന്ന് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരായി മാറണം. ശിവം ഭൂത്വ ശിവം യജേതെന്നാണ്. ശിവനെ പൂജിക്കണമെങ്കിൽ പൂജിച്ച് ശിവനായി തീരുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാൻ ഗാർഹസ്ഥ്യ സ്വഭാവത്തിലുള്ളത് കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അറിയില്ല, ഫ്യൂച്ചറിൽ സന്യാസം സ്വീകരിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ശിഷ്യന്മാരോ മറ്റുണ്ടെങ്കിൽ അവരിലൂടെ എത്താനായിട്ട് നിയോഗം ഉണ്ടെങ്കിൽ, ഇതെല്ലാം ഒരു നിയോഗമായിട്ടാണ് വിശ്വസിക്കുന്നത്. എന്താ പറയുക, ഇത് ചെയ്യിപ്പിക്കുന്നതും ഇതൊരു സർവീസ് ടു ദി സൊസൈറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതൊരു നിയോഗമായിരിക്കും. എന്നിലൂടെ കുറച്ച് പേരിലേക്ക് എത്തണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ടൂൾ മാത്രമാണ്. തീർച്ചയായും ആ ഒരു സംസ്കൃതി നമുക്ക് അന്യം നിന്ന് പോകാതിരിക്കട്ടെ. മുഴുവൻ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ. ഇതോടൊപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കാണിക്കാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? വലിയ ബുദ്ധിമുട്ടില്ലാത്ത ശരി വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം. ഈ പൊസിഷനിൽ മതിയല്ലോ അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ഒരു പേനയാണ്. സോ ഇത് താങ്കളൊരു കത്തിയായിട്ട് കരുതുക. അപ്പോൾ ആ കയ്യിൽ ഇപ്പം കത്തി ശക്തമായിട്ട് വച്ചിരിക്കുകയാണ്. കുത്താൻ വേണ്ടി വന്നതാണ്. ഓക്കെ, കുറച്ച് ശക്തമായിട്ട് പിടിച്ചോളൂ. അത് മുറുക്കി പിടിച്ചോളൂ. അതായത് ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇത് ശക്തമാണ്. എനിക്കിത് ഒന്നും നിങ്ങളിൽ നിന്ന് ഡിഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കൃത്യമായിട്ട് മർമ്മം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മർമ്മം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡിസ്ലൊക്കേറ്റ് ആവും. ഓക്കെ, ഇത് നമുക്ക് ഡിസാം ചെയ്യാൻ പറ്റും, എല്ലാവർക്കും പറ്റും. വളരെ ഈസിയാണ്. പെയിൻ ഉണ്ടോ? കുഴപ്പമില്ല, മാറിക്കോളും. ശരി. ഓക്കെ. അപ്പോൾ എന്തായാലും ഭാവിയിലേക്ക് ആശംസകൾ. എന്തായാലും അത്തരത്തിൽ ഈ വിദ്യ തികച്ചും ഭാരതീയമായ ഈ വിദ്യ ഒരുപാട് മനുഷ്യരിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. അത് ലോകശാന്തിയുടെ, ഭാരതം ഇപ്പോഴും മംഗളം ആഗ്രഹിക്കുന്ന, വിശ്വമംഗളം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രഭൂമിയാണ്. അപ്പം സ്വാഭാവികമായും നമ്മൾ ആരെയും ആക്രമിക്കാനല്ല, മറിച്ച് പ്രതിരോധിക്കുവാനും ഈ സംസ്കൃതിയെ മുഴുവൻ ഭാരതത്തിലേക്കും ലോകത്തിലേക്കും എത്തിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം താങ്കളിലൂടെ നടക്കട്ടെ. സർവേഷാം സ്വസ്തിർ ഭവതു. അത് തന്നെയാണ് താന്ത്രിക് മർമ്മ വിദ്യാപീഠിൻ്റെ ആപ്തവാക്യവും, സർവേഷാം സ്വസ്തിർ ഭവതു. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.